ഇന്ന് ചെമ്മീൻ പിന്നെ എൻ്റെ ഈ ചെടിയും പൂവും ഇത് കണ്ടാൽ തന്നെ മെട്രോമാൻ ഇ ശ്രീധരൻ സാർ 2013-14 കാലഘട്ടത്തിൽ മെട്രോമാൻ ഇ ശ്രീധരൻ സാർ വിരമിക്കുന്ന അധ്യാപകരുടെ ഈ വർഷം വിരമിക്കുന്ന കുറച്ച് അധ്യാപകർ സ്റ്റാഫ് ഉണ്ട്. അപ്പം അവരുടെ ട്രീറ്റാണെന്ന് ഉച്ചയ്ക്ക് ലഞ്ച് അവരുടെ വകയാണ്. അപ്പോൾ ഇവിടെ ഡാൻസ് പ്രാക്ടീസ് നടക്കുന്നുണ്ട്. പാരൻസ് ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ, കുറച്ച് പാരൻസ്. അപ്പോൾ അവരെ പ്രാക്ടീസൊക്കെ അപ്പുറത്ത് നടക്കുന്നുണ്ട്. പിന്നെ എല്ലാ ടീച്ചേഴ്സും ഒന്നുണ്ട്. ഇന്ന് സാറ്റർഡേ ആണല്ലോ, എന്നാലും എല്ലാ ടീച്ചേഴ്സും ഉണ്ട്. ഈ ഒരു ചെറിയൊരു ഫങ്ഷൻ ഉള്ളതുകൊണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ സമയം 12:45 ആയിട്ടുള്ളത്. അപ്പം അങ്ങനെയൊക്കെയാണ്. ചില ഓരോ ദിവസങ്ങൾ ഓരോ തരത്തിൽ, എന്നും ഒരേപോലെയല്ല. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്, എന്നും ഒരേപോലെ അല്ല. എന്നാലും എന്താണ്, ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരാളാവുമ്പോൾ മിക്ക ദിവസങ്ങളിലും സാറ്റർഡേ സൺഡേ മാത്രമേ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ളൂ. ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ എല്ലാം ഒരേപോലെ എന്നും ജോലിക്ക് പോകുന്നു, വൈകിട്ട് വരുന്നു, അങ്ങനെയാണ്. അപ്പോൾ അല്ലാത്ത ആൾക്കാരാകുമ്പോൾ ഓരോ ദിവസവും ഡിഫറെൻ്റ് ആയിട്ടുള്ള ദിവസങ്ങളല്ലേ. അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. എന്തായാലും സ്കൂളിൽ ബെഞ്ചിലൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. ക്ലാസ് മുറികളും ഒക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. പ്രത്യേകിച്ച് പറഞ്ഞാൽ ഈ ഞാനിവിടെ പഠിച്ചിട്ടില്ല, പക്ഷേ ഈ സ്കൂൾ നല്ലൊരു സ്കൂളാണല്ലോ. കാണുമ്പോൾ നമുക്കിങ്ങനെ ഇരിക്കാനൊക്കെ തോന്നുന്ന കുറച്ച് ഓർമ്മകൾ ഇങ്ങനെ ഒക്കെ വരുമ്പോൾ അങ്ങനത്തെ ഒരു സ്കൂളാണ്. വെള്ളം വരും. അല്ലെങ്കിൽ ഫാമിലി ഫോട്ടോ അയച്ചു കൊടുക്കാനായിട്ടില്ല. അവനെല്ലാം ജസ്റ്റ് ഒരു ഔട്ടിങ്ങിനായിട്ട് ഇറങ്ങിയൊക്കെയാണ്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. കുറച്ചധികമൊന്നുമില്ല കേട്ടോ, ചെറിയൊരു പർച്ചേസിങ് ഉണ്ട്. അപ്പോൾ അതിനായിട്ട് ഇറങ്ങിയൊക്കെയാണ്. ഇപ്പോൾ 7 മണിയായി. അപ്പോഴത്തേക്കും ഞങ്ങൾ വന്നു കേട്ടോ. പിന്നെ കുറച്ച് കടയിലൊക്കെ കയറണ്ടായിരുന്നു, പിന്നെ ലേറ്റ് പോയി. കുറച്ച് കടയിൽ കയറാനുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഹോസ്പിറ്റലൊന്നും പോകാണ്ടായിരുന്നു. മോൾക്കൊരു ചെറിയ പനി വരാൻ പോകുന്ന പോലെ. അപ്പോൾ ഹോസ്പിറ്റലൊക്കെ പോയി അവിടെ നിന്ന് മരുന്നൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ച് വീട്ടിലെത്തി. ഇനിയിപ്പോൾ എന്താണ്, ഫ്രഷ് ആവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണ്. പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടാവും, അതൊക്കെ ചെയ്യുക. പിന്നെ അങ്ങനെയൊക്കെയാണ് ഇനി. പിന്നെ ഡിന്നർ കഴിക്കുക, കിടന്നുറങ്ങുക. നാളെ സൺഡേ ആണല്ലോ, നാളെ ഫുള്ള് റെസ്റ്റ്. നാളെ എങ്ങോട്ടും പോവില്ല. കുറച്ച് ദിവസമായിട്ട് കുറച്ച് ഓട്ടത്തിലാണ്. അപ്പോൾ നാളെ ഫുൾ റെസ്റ്റാണ്. എങ്ങോട്ടും പോകണ്ടെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ എപ്പോഴും നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. പോകേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ പോകണം. പക്ഷെ ശനി ഞായറൊക്കെ ആകുമ്പോൾ കുട്ടികൾ ഇവിടെ ഉണ്ടല്ലോ വെച്ചിട്ട് ഇവിടെ അടുത്തല്ലെന്ന് കരുതിയിട്ട് മിക്കപ്പോഴും കർമ്മയിലൊന്ന് വെറുതെ ഒന്ന് പോവും. ചിലപ്പോൾ, എപ്പോഴും ഒന്നുമില്ല കേട്ടോ, ചിലപ്പോൾ ഒന്ന് പോവാറുണ്ട്. അപ്പോൾ നാളെ ഇപ്പോൾ എങ്ങോട്ടും പോകണമെന്ന് വിചാരിക്കണില്ല. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പം ഇനി വൈകുന്നേരത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട്
ഇന്ന് നനച്ചിട്ടൊന്നുമില്ല കേട്ടോ. വൈകിട്ടാകുമ്പോൾ ഞാൻ നനയ്ക്കാറുള്ളത്. അപ്പോൾ ഇന്ന് പുറത്ത് പോയ കാരണം നനച്ചിട്ടൊന്നുമില്ല. എന്താണാവോ ചെടികളുടെയും പച്ചക്കറിയുടെ ഒക്കെ അവസ്ഥ എന്നറിയില്ല. ഞാനേ അതിൽ നിന്ന് വാങ്ങിച്ച ഇതൊക്കെ എടുക്കാൻ മറന്ന് കാറിൽ നിന്ന് വാങ്ങിയതൊക്കെ അതിലിരിക്കുക. അപ്പം എടുക്കട്ടെ. കുയിൽ പൂവുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ രാവിലെയും വൈകുന്നേരമൊക്കെ കുയിലുണ്ടാവും. നമ്മൾ രാവിലെ എണീറ്റ് ഇങ്ങോട്ട് നോക്കിയിരിക്കുമ്പോൾ നല്ല രസമാട്ടോ. മുന്നിൽ ഈ മരങ്ങൾ കാണുന്നതുകൊണ്ട് രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും പുറത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ ഈ മരങ്ങളൊക്കെ കാണുന്നതുകൊണ്ട് തന്നെ നല്ലൊരു നല്ലൊരു എനർജി കിട്ടും ആ മരങ്ങൾ കാണുമ്പോൾ. പിന്നെ എൻ്റെ ഈ ചെടിയും പൂവും ഇത് കണ്ടാൽ തന്നെ ഭയങ്കര എനർജിയാണ്. നല്ല രസമായിട്ടത് നിൽക്കുന്നത്. കുറച്ചധികം വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാൻ കേട്ടോ. ഒരു മടിയൊക്കെ ചെറുതായിട്ടൊരു മടിയൊക്കെ ഉണ്ട്. എന്തായാലും അതൊക്കെ എഡിറ്റ് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. മടിയില്ലാണ്ടായാൽ മതിയായിരുന്നു. മടിയില്ലെങ്കിൽ അപ്ലോഡ് ചെയ്യും. മടി പാടില്ല എന്നാണ്. എന്നാലും സാരി അളക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടിരിക്കുകയാണ്. അപ്പോൾ മോൾക്ക് പനി, അപ്പോൾ പനി വരാൻ പോകണം. അപ്പോൾ നമുക്ക് ചുക്ക് കാപ്പി കൊണ്ട് കൊടുക്കാം. പിന്നെ എഡിറ്റിംഗ് പരിപാടി. അപ്പോൾ ഇനി എഡിറ്റിങ്ങൊക്കെ കഴിഞ്ഞ് നമുക്ക് ഡിന്നർ കഴിക്കാം. ഇന്ന് ചെമ്മീൻ കറിയും ചോറുമാണേ.